ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു മോദക്കറിയാണ് വെക്കുന്നത്. നമുക്കിന്ന് നല്ലൊരു മോദ മീൻ കിട്ടിയിട്ടുണ്ട്. മോദ എന്നാണ് ഇവിടെയൊക്കെ പറയുന്ന പേര്. നിങ്ങളുടെ നാട്ടിൻ്റെ വേറെ പേരോടെ കമൻറ്റ് ചെയ്യണേ. നല്ല മാംസമുള്ള, അധികം മുള്ളൊന്നും ഇല്ലാത്തൊരു മീനാണ്. ഇതാണ് മോദ മീൻ. കണ്ടില്ലേ, നല്ല മാംസമുള്ള മീനാണ്. മുള്ളൊന്നും അധികം ഉണ്ടാവില്ല. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല കിടിലനൊരു മീൻ കറിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു മീനിൻ്റെ ഒരു സ്മെല്ലോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പ്രത്യേക രുചിയാണിതിന്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കറി ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 3-4 കഷ്ണം ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും ചെറിയ ഉള്ളികളെ നന്നായിട്ട് നമ്മൾ ഇടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് അരയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കറി ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ മോദക്കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മോദ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച കുടംപുളിയാണ്. പിന്നെ ഒരു തക്കാളി, ഒരു 3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ പൊടികളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്, അതിൻ്റെ അടിയിൽ കിടക്കും, അതിനകത്തുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഫിഷ് മസാല. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ കറി വെക്കാനായിട്ട് ഇതൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കും. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച മണം പോകുന്നത് വരെ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുടംപുളി ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. അത് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കുടംപുളി ഇട്ടിട്ട്. ഇനി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ കൂട്ടി കൊടുക്കാം. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മോദയൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അധികം സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. മീൻ ഇട്ടതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. നമ്മളൊരു മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇത്രയും മതി. കറി ഒന്ന് കുറുകി ഒന്ന് പാകമാവാനാണ്. മീനൊക്കെ പെട്ടെന്ന് വെന്തോളൂ, അതിനധികം സമയമൊന്നും എടുക്കത്തില്ല. കുറുകി ഒരു കറക്റ്റ് പരുവം കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറി ഇതേ തയ്യാറായിട്ടുണ്ട്. നോക്ക്, കറക്റ്റ് കുറുകി കറക്റ്റ് ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ദേ കണ്ടോ, ചാറൊക്കെ ആവശ്യത്തിന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാൻ പോവുകയാണ്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്, അതാണ് നമ്മുടെ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഇത്രയും മതിയാവും. കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇരുന്നൊരു അച്ചിരി കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ നല്ല കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. ഈ ചൂടൊക്കെ മാറിയിട്ട് കഴിക്കാനാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമുക്കിനി കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് തണുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന മീനാണ്. ആ ചാറിൽ ഒന്ന് മുക്കിയിട്ട് ഇപ്പോഴും ചൂടുണ്ട്. അടിപൊളി.
ചാറാണ് ടേസ്റ്റ്. നമുക്ക് ചീനിയുടെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.